സന്ദേശ് കാലി അതിക്രമങ്ങളിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. TMC നേതാവ് ഷാജഹാൻ ഷെയ്ഖാണ് അതിക്രമങ്ങളുടെ സൂത്രധാരനെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സന്ദേശ് കാലി വിഷയത്തിൽ EDയും നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഇന്ന് ഇപ്പോൾ ഷാജഹാൻ ഷെയ്ഖിനെതിരായ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് CBIയുടെ ഏറ്റവും പുതിയ വിവരങ്ങളായി നമുക്കിപ്പോൾ പുറത്തു വരുന്നത്. CBI അറിയിക്കുന്നത് സന്ദേശ് കാലിയിൽ കൊടും കുറ്റകൃത്യങ്ങൾ പലതാണ് നടന്നിരുന്നത്. അതായത് ഭൂമി തട്ടിയെടുക്കുക, അതുപോലെ തന്നെ സ്ത്രീകളെ അവമാനിക്കുക. അതിനപ്പുറമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ പരിശോധനയ്ക്കിടെ അവരെ ആക്രമിക്കുന്നതിന്, സംഘം ചേർന്ന് ആക്രമിക്കുന്നതിന് ഷാജഹാൻ ഷെയ്ഖിന്റെ കൂട്ടാളികൾ ശ്രമിക്കുകയും അത്തരത്തിൽ വലിയൊരു ജനങ്ങളുടെ കൂട്ടം തന്നെ, ഒരു ആൾക്കൂട്ടം തന്നെ ആക്രമണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കേസന്വേഷണം CBIയെ ഏൽപ്പിക്കുന്നതും CBI ഏൽപ്പിക്കാൻ തന്നെ ഇടപെടുന്നത് കൽക്കട്ട ഹൈക്കോടതി കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടി കേസന്വേഷണം CBI ഏറ്റെടുക്കുകയായിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ കുറ്റപത്രം സമർപ്പിക്കുകയും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. കള്ളപ്പണ ഇടപാടുകളും അതുപോലെ തന്നെ ഈ ഭൂമി തട്ടിയെടുക്കലും, സ്ത്രീകളെ അതിക്രമിക്കുക, അതായത് സ്ത്രീകൾക്കെതിരെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ, കൊടിയ പീഡനങ്ങൾ നടന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇവയൊന്നും തന്നെ പുറത്തു വരാത്ത സാഹചര്യത്തിൽ കോടതി ഇടപെട്ട് CBIയെ അന്വേഷണം ഏൽപ്പിക്കുകയായിരുന്നു. ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്ത് തന്നെയായാലും സന്ദേശ് കാലി ആക്രമണങ്ങളുടെയും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളുടെയും കൊള്ളയുടെയും എല്ലാം സൂത്രധാരനായിരുന്ന TMC നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചുവെന്ന് വളരെ കൃത്യമായി CBI അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യക്തമാണ്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.